സംഭരിച്ച നെല്ലിന് തുകയില്ല. ഓണം പട്ടിണിയിലേക്കെന്ന് കർഷകർ. പാലക്കാട് സപ്ലൈകോ ഓഫീസ് ഉപരോധിച്ചു. മണിക്കൂറുകൾ നീണ്ട ഉപരോധത്തിനൊടുവിൽ കർഷകർക്ക് മുൻപിൽ മുട്ടുമടക്കി സപ്ലൈകോ. 24-ാം തീയതിക്ക് മുൻപ് പണം നൽകാമെന്ന ഉറപ്പ്. റീജിയണൽ ഓഫീസർ നേരിട്ടെത്തി ഉറപ്പ് നൽകിയത് കൈരളി ന്യൂസിലൂടെ. സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച കർഷകർ. അറസ്റ്റിനായി പോലീസിനെ വിന്യസിച്ച് കർഷകരെ ഭയപ്പെടുത്താനും നീക്കമുണ്ടായി. ഇന്ന് കർഷക ദിനം. സംസ്ഥാനം വിപുലമായി ആഘോഷിക്കുമ്പോൾ പാലക്കാട് നെല്ലുവില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒരുപറ്റം കർഷകർ സപ്ലൈകോ ഓഫീസ് ഉപരോധിച്ചു. രണ്ടാം വിള നെല്ല് സർക്കാർ സംഭരിച്ചിട്ട് മാസങ്ങളേറെയായി. ജില്ലയിൽ മാത്രം 34,860 കർഷകർക്ക് ഇനിയും തുക ലഭിക്കാനുണ്ട്. ഓണമെത്തിയിട്ടും തുക നൽകാത്ത സാഹചര്യത്തിൽ ഒരു വിഭാഗം കർഷകർ സപ്ലൈകോ ഓഫീസിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികൾക്കായി പോലീസും സ്ഥലത്തെത്തി. പലവിധ അനുനയ നീക്കമുണ്ടായെങ്കിലും കർഷകർ നിലപാടിൽ ഉറച്ചു നിന്നു. സപ്ലൈകോ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ച ഉദ്യോഗസ്ഥൻ ആദ്യം തുക നൽകുന്ന സംബന്ധിച്ച് ഉറപ്പ് നൽകാത്തതോടെ സമരം വീണ്ടും നീണ്ടു. പിന്നീട് സ്ഥലത്തെത്തിയ 3 ജില്ലയുടെ ചുമതലയുള്ള സപ്ലൈകോ റീജിയണൽ ഓഫീസർ തീയതിയടക്കം പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയോട് സംസാരിച്ചതിൽ 24-ാം തീയതിക്കുള്ളിൽ കയറുന്നുള്ള കാര്യമാണ് അറിഞ്ഞത്. അപ്പോൾ 24 ഇല്ലെങ്കിലും മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട്. 3 ദിവസത്തിനുള്ളിൽ കയറും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഉറപ്പിനെ തുടർന്ന് ഉപരോധ സമരം നടത്തിയ കർഷകരും നിലപാട് വ്യക്തമാക്കി. ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ എല്ലാ കർഷകരുടെയും നെല്ല് വിറ്റ പൈസ അക്കൗണ്ടിൽ കയറുന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് നമ്മൾ സമരം തൽക്കാലം പിൻവലിച്ചിരിക്കുന്നത്. 58,050 കർഷകരിൽ നിന്നാണ് സപ്ലൈകോ ഈ വർഷം നെല്ല് സംഭരിച്ചത്. പകുതി പേർക്ക് പോലും തുക നൽകിയിട്ടില്ല. മഴക്കാലത്ത് വീണ്ടും കൃഷി ആരംഭിക്കാൻ കർഷകർക്ക് കടമെടുക്കേണ്ടി വന്നു. കർഷക ദിനത്തിന് മുമ്പെങ്കിലും തുക ലഭിക്കുമെന്ന പ്രതീക്ഷ തകർന്നതോടെയാണ് ഉപരോധ സമരത്തിലേക്ക് കർഷകർക്ക് കടക്കേണ്ടി വന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.